പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇരമ്യാവ് പ്രവാചകൻ എഴുതിയ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ കണ്ടിരിക്കുന്നു എന്നും ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നും കർത്താവ് ഇരമ്യാവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവം ഒരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നു. ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തിയെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ എപ്രകാരം ആക്കണം എന്നുള്ളത് ദൈവം മുന്നമേ കണ്ടിട്ടാണ് ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ജന്മം കൊടുക്കുന്നത്. നാം ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുന്നത്? മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ ഉപരി നാം പ്രതികൂലത്തിലൂടെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിരിക്കും. ഒരു വ്യക്തിയെ ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മീകമായി വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലോകം അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ജീവിതമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ ദൈവം പലവിധമായ കഷ്ടങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, ഒറ്റപ്പെടലിലൂടെ ഒക്കെ കടത്തിവിടും. നമ്മുടെ ജീവിതത്തിൽ എന്ത് നാം ചിന്തിക്കും. നമ്മുടെ ഫ്രണ്ട്സിന് അനുഭവിക്കാത്ത വിഷയങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ റിലേറ്റീവ്സ് അനുഭവിക്കാത്ത വിഷയങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നമ്മുടെ അയൽവാസികൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടായിരിക്കും. എന്തെന്ന് വേണ്ട, തൻ്റെ വീട്ടിൽ തന്നെ മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ ഒറ്റപ്പെടലുകളും മറ്റുള്ളവർ അനുഭവിക്കുന്നതിനേക്കാൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വ്യക്തി ജീവിതത്തെ ദൈവം കണ്ടിരിക്കുന്നു. അവനെ കൊണ്ട് വലിയവ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് ഒരു പ്രയാസമോ പ്രതികൂലമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ, എന്തുകൊണ്ട് ദൈവമേ നമ്മുടെ ജീവിതത്തിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. പലരും സന്തോഷിക്കുമ്പോൾ നാം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീറി പുകയുന്നുണ്ടാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ, മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഉയരങ്ങളിലെത്തിയ അനേകം വ്യക്തികളെ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവർ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോയതായിരിക്കും. ഒരു സ്വർണം നമ്മുടെ കരങ്ങളിൽ എത്തണമെങ്കിൽ ആ സ്വർണം തീച്ചൂളയിലൂടെ കടന്നു പോയിട്ടാണ് നാം മനോഹരമായ സ്വർണ്ണ ആഭരണങ്ങളായി ആ ആഭരണത്തെ കാണുന്നത്. അപ്പോൾ മനോഹരമായ ഒരു വ്യക്തി ആകണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള, ഉന്നത നിലവാരത്തിലുള്ള, ഉയർന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനേകം തീച്ചൂളകളിലൂടെ, അനേകം പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, മറ്റുള്ളവർ അനുഭവിക്കാത്ത രീതിയിലുള്ള പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടത്തിവിടുവാൻ ഇടയായിത്തീരും. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് മറ്റൊന്നുമല്ല, ദൈവം നമ്മെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരോട് പെരുമാറുവാൻ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി പെരുമാറുവാൻ ഒക്കെ സാധിക്കും. എന്നാൽ നമ്മുടെ വേദനകൾ മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാകുവാൻ ഇടവരുത്തില്ല. നാം എന്തെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞാലും അതിനെ വേറെ രീതിയിൽ അവർ ചിത്രീകരിക്കുവാൻ ഇടയായിത്തീരും. നമ്മെ അവർ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രതികൂലങ്ങളും ഇല്ലാത്ത രീതിയിൽ നാം സൗകര്യമായി ജീവിക്കുന്നതായിട്ടേ മറ്റുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് നീറുന്നതോ ഉള്ളിൻ്റെ ഉള്ള് പ്രയാസപ്പെടുന്നതോ മറ്റുള്ളവർ മനസ്സിലാക്കത്തില്ല.
കാരണം ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മളെ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ ആ അവസ്ഥയിലൂടെയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും. വീട്ടിലെല്ലാവരും കാണും, എന്നാലും വളരെ ഒറ്റപ്പെടലായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത്. മക്കൾ കാണും, ഭർത്താവ് കാണും, ഭാര്യ കാണും, അമ്മ കാണും, അപ്പൻ കാണും, എല്ലാവരും കാണും. പക്ഷേ അവർ ആരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് വളരെ ഒറ്റപ്പെടലുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നത്. കാരണം എന്തോ കുറവ് അവർക്ക് ഫീൽ ചെയ്യും. ആത്മീകമായി കൂടുതലായി ഇനിയും നേടണം എന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ കടന്നു വരും. അവർക്ക് ആരാധിച്ചാൽ മതി വരത്തില്ല, അവർക്ക് പ്രാർത്ഥിച്ചാൽ മതി വരത്തില്ല, ദൈവവചനം കേട്ടാൽ മതി വരത്തില്ല. എവിടെയൊക്കെ ആരാധനയുണ്ടോ അവിടെയെല്ലാം ഓടിക്കൂടുവാൻ അവർ ആഗ്രഹിക്കും. ആരാധന പങ്കെടുക്കുവാൻ അവർ വളരെയധികം ദാഹിക്കും. അവിടെ പോകണ്ട എന്ന് പറഞ്ഞാലും പോകുവാനായിട്ട് ഉള്ളിൽ ദാഹം അവർക്കുണ്ടാകും. വചനം കേൾക്കുവാൻ, ആരാധിക്കുവാൻ, എത്ര ആരാധിച്ചാലും എത്ര തന്നെ ആരാധിച്ചാലും അവർക്ക് മതി വരത്തില്ല, തൃപ്തി വരത്തില്ല. അവരുടെ ജീവിതത്തിൽ ഒന്നിനും അവർക്ക് തൃപ്തി വരത്തില്ല. അവരെന്തൊക്കെ നേടിയാലും അതിലൊന്നും അവർക്ക് തൃപ്തി വരത്തില്ല. കാരണം അവരെ ദൈവം കണ്ടിരിക്കുന്ന ആ പൊസിഷനിലേക്ക് അവർ എത്തുന്നത് വരെയും അവരുടെ ജീവിതത്തിൽ ഒന്നിലും അവർ തൃപ്തി പ്രാപിക്കുകയില്ല. അങ്ങനെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന, ദൈവം നമ്മെക്കുറിച്ച് വരച്ചു വച്ചിരിക്കുന്ന ആ അവസ്ഥയിലേക്ക്, ആ രീതിയിലേക്ക് നാം എത്തിച്ചേരുന്നത് വരെയും പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുവാനിടയായിത്തീരും. ഉന്നത നിലവാരത്തിൽ എത്തുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ഉയർന്ന രീതിയിലുള്ള ആത്മീക നിലവാരത്തിൽ എത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഏതു വ്യക്തി ജീവിതവുമാകട്ടെ വളരെ പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, മറ്റുള്ളവരാൽ എതിർക്കപ്പെട്ട്, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട്, പല രീതിയിലും ഏതൊക്കെ രീതിയിൽ നോക്കിയാലും പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുവാനിടയെത്തി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ദൈവം ആത്മീകമായ വലിയ തലങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായി, അതായത് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞതുപോലെ വലിയൊരു പ്രവാചകനായിട്ട് ദൈവം കണ്ടിരുന്നു. അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട വലിയ പ്രവാചകനായി, അല്ലെങ്കിൽ ശക്തി ശുശ്രൂഷകനായിട്ട്, അല്ലെങ്കിൽ ഉപദേഷ്ടാവായിട്ട് ഒക്കെ ദൈവം കണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അപ്പോസ്തലനായി കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാക്കി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തന്നെ അത് കണ്ടെത്തി ദൈവം നമ്മെ എന്താക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മറ്റുള്ളവരുടെ മുമ്പ് ചിരിക്കുമ്പോഴും കരയുന്നതായ നിങ്ങൾ, ഉള്ളുകൊണ്ട് കരയുന്നതായ നിങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പേ നിങ്ങൾ കളിച്ചു ചിരിച്ചു നടക്കുമ്പോഴും നിങ്ങളുടെ നിങ്ങൾ പലതിനെ ചൊല്ലി കരയുന്നുണ്ടായിരിക്കും. അവർ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനാ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മളിൽ എന്തെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിൽ എത്തും വരെയും നമുക്ക് തൃപ്തി ഒരിക്കലും ഉണ്ടാകത്തില്ല. ആ ലക്ഷ്യത്തിൽ എത്തുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മകളും ദൈവത്തിൻ്റെ വലിയ കൃപ അതിൽ വ്യാപരിക്കുന്നതും, പിന്നെ ആരാലും നിന്ദിക്കുവാനോ, ആരാലും പരിഹസിക്കുവാനോ, ആരാലും മാറ്റി നിർത്തുവാനോ കഴിയാത്ത രീതിയിൽ നിങ്ങളെ ദൈവം മാനിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ.